അച്ഛനവിടെ അവിടെ അയ്യോ ദേ പോണു ദേ Guys, welcome back to my channel. This is day 2 of our Nainital journey. നമ്മളിപ്പോ എവിടെ എത്തിയേട്ടാ? കാത്ഗോഡ എത്തി. ഇനി ഇവിടുന്ന് ഒരു മണിക്കൂറല്ലേ? 1 മണിക്കൂറുണ്ട് നൈനിത്താളിലേക്ക്. നമ്മള് എക്സിറ്റ് നോക്കി നടക്കാം. എക്സിറ്റ് നോക്കിയിട്ടൊക്കെ മനസ്സിലാവുന്നില്ല എവിടെയാന്ന്. അവസാനം നടന്ന് നമ്മൾ എക്സിറ്റ് കണ്ടുപിടിച്ചു. ഏട്ടന് ചായ, എനിക്ക് കോഫി. ഗൈസ് എന്താ പൊന്നാ ഭയങ്കര മധുരം. രണ്ടുകൂടെ ഒരുമിച്ച് കുടിക്കണ്ട. ചായ ഒക്കെ കുടിച്ച് ഞങ്ങൾ പുറത്തിറങ്ങി. അടിപൊളി സീനറി ആയിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. ഇവിടുന്ന് നൈനിത്താളിലേക്ക് 1 മണിക്കൂറുണ്ട്. സോ നമ്മളൊരു ക്യാബ് വിളിച്ചിട്ടാണ് ഇവിടുന്ന് അവിടെ വരെ പോണത്. ഇവിടെ ചായ കുടിക്കാൻ ഇരിക്കുമ്പോഴുണ്ടല്ലോ കുഞ്ഞാപ്പി പറഞ്ഞു കൊരങ്ങനുണ്ടെന്നേ. ഞാൻ പക്ഷെ വിശ്വസിച്ചില്ല. ഞാൻ വെറുതെ പറയാന്ന് വിചാരിച്ചേ. പക്ഷെ ഇവിടെ കൊരങ്ങനുണ്ട് ഗൈസ്. ദേ മോളില് നമ്മുടെ യാത്ര അങ്ങനെ തുടങ്ങി. ഞങ്ങൾ പോണ സ്ഥലം മുഴുവൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. കണ്ണെടുക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. നമുക്ക് ഇനി പോവാം. ചായ കുടിക്കാൻ ഇറങ്ങിയതാ ഗൈസ്. ചായ ഒക്കെ കുടിച്ച് നമുക്ക് തിരിച്ചു പോവാം. കാഴ്ച നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. നല്ല ഭംഗിയുണ്ട്. ആകാശപ്പുഴ നീതി കുതിച്ചു കണ്ടു മലനിര കണ്ടു താഴ്വര മാമരം കണ്ടേ ചോല കണ്ടേ അയ്യോ ദേ പോണു. നമ്മുടെ ഹോട്ടലിൽ എത്തി. ആക്ച്വലി നമുക്ക് ഹോട്ടലിലൊക്കെ 12 മണിക്കാണല്ലോ ചെക്ക് ചെയ്യുന്നത്. നമ്മളിപ്പോ ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ സെറ്റാക്കി വരുന്നുണ്ട്. അതിന്റെ കാര്യത്തിലേറ്റം പോയിട്ടാണ്. ഓ അച്ഛനവിടെ അവിടെ ഇപ്പൊ നോക്കിട്ട് വരാ. നീ അവിടെ ഇരുന്നു. അച്ഛൻ ഇങ്ങോട്ട് വന്നോളും കേട്ടാ. റൂം കിട്ടിയില്ല ഗൈസ്. ഏട്ടാ സംസാരിച്ച് ശരിയാക്കുന്ന വിചാരിച്ചു. കൊറേ നേരം കിടന്നിട്ട് നിന്നിട്ട് ഇന്നല്ല കിടന്നിട്ട് വയറൊക്കെ വേദന എടുക്കും. ആർക്കടി കിട്ടും? ആർക്കടി കിട്ടും? എല്ലാം മഞ്ഞ്. അവിടുന്ന് ഇറങ്ങിയേ കുഞ്ഞാപ്പി. അവിടുന്ന് ഇറങ്ങിയേ. ഫ്രഷ് ആവാൻ വേണ്ടിട്ട് തൽക്കാലത്തേക്ക് നമ്മളൊന്ന് ഫ്രഷ് ആയിട്ടോ. ഇനി ഫുഡ് കഴിക്കാൻ പോവാണ്. കുളിച്ചിട്ടൊന്നുമില്ല. കിട്ടില്ല. നമ്മള് ഫുഡ് കഴിച്ച് വരുമ്പോഴേക്കും റൂം കിട്ടൂല്ലേ? 10 മണിക്ക് ആകുമ്പോ റൂം കിട്ടുന്ന പറഞ്ഞു. ഇപ്പൊ എത്ര മണി? വാട്സ്ആപ്പ് ടൈം ഉണ്ടാവും 8:12 ആയിട്ടുള്ളൂ. ഇപ്പോഴൊന്നും കിട്ടും തോന്നണില്ല. നല്ല നല്ല കാലാവസ്ഥ. കാരണം നമ്മള് ജയ്സൽമീരിന്ന് അത്രയും ചൂടീന്ന് ഇങ്ങടെ വരുമ്പോ നല്ല സുഖം. ഗൈസ്. ബാക്കി എന്താ? ഓ
നടന്ന് എത്ര നടന്നു എന്നറിയാം. ഞങ്ങൾ കൊറേ നടന്നു. അവസാനം ഒരു ചെറിയ റെസ്റ്റോറന്റ് കണ്ടു. ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. നമ്മുടെ മുറി കിട്ടി. ഇതാണ് നമ്മുടെ മുറി. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ കുളിക്കാൻ പോയിട്ടോ. ഒട്ടും സമയം കളഞ്ഞില്ല. ഞാൻ കുളിച്ചു, കുഞ്ഞാപ്പിനെ കുളിപ്പിച്ചു, ഏട്ടനും കുളിച്ച് കഴിഞ്ഞിട്ട് ഏട്ടനെ പിന്നെ ഒരു ഷർട്ടും പാൻറ്റും, കുഞ്ഞാപ്പിക്ക് ഒരു ഡ്രസ്സും എടുത്തിട്ടാൽ മതി. പക്ഷെ നമുക്ക് അങ്ങനെയല്ലല്ലോ, പൊട്ടിയടിക്കണം. അപ്പോൾ നമുക്ക് കുറച്ചധികം ടൈം എടുക്കും. അതുകൊണ്ട് ഞാൻ മേക്കപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പാക്കിങ് തുടങ്ങിയിട്ടോ. നമ്മൾ കുറച്ച് ദൂരെയാണ് പോണത്. സോ കുഞ്ഞാപ്പിക്കുള്ള കുറച്ച് കാര്യങ്ങളും പിന്നെ എനിക്ക് കുറച്ച് വേണ്ട കാര്യങ്ങൾ, പവർ ബാങ്ക്, മൈക്ക്, ട്രൈപോഡ്, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ സെറ്റായി. ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം. കുഞ്ഞാപ്പി ഒരുത്തിയോട് കണ്ണാടൊക്കെ വെച്ചിട്ട്. പിന്നെ എനിക്കൊരു സാധനം, ബാഗ്, ചാർജറിന്റെ വള്ളി എടുക്കണേ. പവർ ബാങ്ക് മേടിച്ചിട്ടുണ്ട്. ഞാൻ വലിയ കാര്യത്തിന് ഇതൊക്കെ കൊണ്ടുവന്ന് ഇടിപ്പിച്ചപ്പോ ഒരാൾക്ക് വേണ്ട. സ്വെറ്റർ ഇടോ? ഇല്ല. പിന്നെ ഞാൻ എന്തിനാ ഇത് കെട്ടി വലിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നേ? നീ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? ഹലോ, നിന്നോടാ. ഹലോ ചേച്ചി, എന്നെ നോക്കുന്നുണ്ടോ? ഹലോ. നമ്മൾ ആക്ച്വലി ട്രെയിനിലൊക്കെ വന്നിട്ട് അത്രയും ഭൂതറ കെട്ടിയിട്ടാണല്ലോ വന്നത്. അപ്പൊ ലൈക്ക് ഇവിടെ നിന്ന് റൂമിലേക്ക് പോണ ഞാനല്ലേ തിരിച്ചിറങ്ങുന്നത്. അവര് വിചാരിക്കുന്നുണ്ടോ? നമ്മള് ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ക്യാബ് വന്നിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ നല്ല മഴയാണ് കേട്ടോ. ഇവിടെ ഇപ്പൊ നല്ല മഴ. എന്റെ പുട്ടിയൊക്കെ ഒലിച്ചു പോവാം. कैंची धाम में जो है ना, सिर्फ वहाँ आप बैठ नहीं सकते हैं, खाली जाएंगे ऐसे ही दर्शन करके आ जाएंगे, रुकने नहीं देते हैं. കുഞ്ഞപ്പിക്ക് ഈ വണ്ടി കാണേണ്ട താമസം ഉണ്ടായിരുന്നുള്ളൂ. സുഖമായിട്ട് ആള് കിടന്നുറങ്ങി. നല്ല ക്ഷീണം ഉണ്ടായിരിക്കും കേട്ടോ, ഇത്രയും ട്രാവൽ ചെയ്ത് വന്നതല്ലേ. ഹനുമാൻ ഗർന്നാണോ? ഇതാണ് ഹനുമാൻ ഗഡി. ഹനുമാൻ ഗഡി ഇവിടുത്തെ ഒരു അമ്പലമാണ്. നമുക്ക് ഫോട്ടോഗ്രാഫി ഉള്ളിൽ അലൗഡ് അല്ല, അതുകൊണ്ട് നമ്മളെ ഫോട്ടോസ് ഒന്നും എടുത്തിട്ടില്ല. പക്ഷെ നല്ല പീസായിരുന്നു ഇത്. ഏട്ടൻ സാധാരണ അമ്പലത്തിൽ മൂവികളൊന്നും പറയാറില്ല, പക്ഷെ ഏട്ടൻ ഫസ്റ്റ് പറഞ്ഞു എന്തൊരു ശാന്തി സമാധാനാണ്. നല്ലൊരു സ്ഥലമായിരുന്നു. ഫസ്റ്റ് ഞങ്ങളുടെ സ്ഥലം ഇതായിരുന്നു. ലൈക്ക് വിസിറ്റ് ചെയ്യാൻ വന്ന സ്ഥലം ഇതാണ്. ഒരു അമ്പലമാണ്, ഹനുമാന്റെ അമ്പലം കേട്ടോ. ഇനി അടുത്തത് നമ്മളെങ്ങടെ പോണേ? നമ്മുടെ ക്യാബ് ഡ്രൈവർ പറയണം എങ്ങടെ പോണേന്ന്. നമുക്കറിയില്ല. ആളാണ് നമ്മളെ എല്ലാ സ്ഥലത്തേക്കും കൊണ്ടുപോകണേ. അപ്പൊ ആ ചേട്ടൻ പറയുമ്പോ ഞാൻ പറയാം. നമ്മളിങ്ങനെ പോകുമ്പോഴുണ്ടല്ലോ കുറെ ചേട്ടന്മാർ അവിടെ നിന്നിട്ട് പ്രസാദം കൊടുക്കുന്നുണ്ടായിരുന്നു. ഇതാണ് ഗൈസ്, എന്ത് ബ്രിഡ്ജാണ്? ഗബ്ബർ ബ്രിഡ്ജ്. ഇങ്ങനെ കാണിച്ചു കൊടുക്കും.
അയ്യോ മഴ പെയ്യണം. അടിപൊളി സ്ഥലം. മഴ പെയ്യുന്നത് അടിപൊളി വ്യൂസ്. ഒരു ചെറിയ അമ്പലമാണ്. ഇതിന്റെ ശരിക്കുള്ള അമ്പലം ഹരിദ്വാറാണ് ശരിക്കുള്ള അമ്പലം വരുന്നത്. ഇവിടെ ചെറിയൊരു അടുത്തത് ഗൈസ് നമ്മുടെ ഇത് വാട്ടർഫോളാ, വുഡ്ലാൻഡ് വാട്ടർഫോൾ. ഇതിനുള്ളിലെ വെള്ളം പെട്ടെന്ന് വിചാരിച്ചു ശരിക്കുള്ള പുലിയാണോ തേങ്ങ, പെട്ടെന്ന് കണ്ടപ്പോട്ടാ. അരുവിയല്ലേ ഇത്? അരുവി അരുവി ഇവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട്, താഴെ ഒരു വെള്ളച്ചാട്ടമുണ്ട്, അതുപോലെ തന്നെ മേളിലാണ് വലിയ വെള്ളച്ചാട്ടം മുകളിലും ചെറുത്. ഒഴുകാണി കാണും. പക്ഷെ മുകളിലത്തെ ഭയങ്കര സ്മെല്ലാന്ന് പറയുന്നുണ്ട്. ആ അതെന്തുട്ടാ? വാ പയ്യെ കയറാം, വാ കൊറേ കയറാനുണ്ട്. കൊണ്ടാ ഇവിടുന്ന് കുറേ കയറാനുണ്ട്. വയ്യാണ്ടായി. ഓക്കെ അംഗനവാടി പിള്ളേർ എന്താ കടന്നപ്പോ എന്റെ ഫ്രെയിമിങ്. പാട് ഗൈസ് അവിടെ ചെന്നപ്പോ ഞാൻ സിപ്പ് ലൈൻ ട്രൈ ചെയ്തു കേട്ടോ. അമ്മ പോയിതാത്ത് അവിടെ എത്തി. ഞാൻ ഒരു സൈഡുള്ളത് ചൂസ് ചെയ്തോളൂ കേട്ടോ. ലൈക്ക് 1 വേ ചൂസ് ചെയ്തോളൂ. 2 വേ ആണെങ്കിൽ നമുക്ക് അവിടെ കയറിയെടുത്ത് എത്തും. 1 വേ കാരണം നമ്മൾ അവിടെ നിന്ന് പിന്നെ നടന്നു വരണം. സംഭവം ഇതൊക്കെ ചെയ്യാൻ പേടിയുണ്ടെങ്കിലും ഇതൊക്കെ വൺസ് ഇൻ എ ലൈഫ് ടൈം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് ഗൈസ്. എന്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു സംഭവമാണ് മറ്റേ ബങ്കി ജമ്പിങ് എന്നല്ലേ പറയാ, ബങ്കിയ ആ സംഭവം. അതാണ് എന്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു സംഭവം. അവിടെ നിന്ന് ഇവിടെ വരെ നടക്കാൻ കുറെ ദൂരം ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ പ്രത്യേകിച്ച് ചെരുപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ചെരുപ്പ് എങ്ങാനും ഊരി പോയാലോ എന്ന് വിചാരിച്ചു. ആ സമയത്ത് ഞാൻ വിചാരിച്ചു 2 വേ തന്നെ ചൂസ് ചെയ്യായിരുന്നു, കാരണം അത്ര ദൂരം ഉണ്ടായിരുന്നു. നമുക്ക് തന്നെ ഞാൻ കഴിച്ചോളാം. അമ്മ അത്ര ബുദ്ധിമുട്ട് കഴിക്കണ്ട, അമ്മ കഴിച്ചോളാം. നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ല, അമ്മ കഴിച്ചോളാം. ടേസ്റ്റിലാണ് കഴിക്കണ്ട എന്റെ കുട്ടി. ടേസ്റ്റ് ഉണ്ടോ? അപ്പൊ ഇപ്പൊ ടേസ്റ്റ് ഉണ്ടല്ലേ? എന്തിട്ട് സാധനം നോക്കിയ. അയ്യോ കഴിച്ചോട്ടാ, ഒരു ബൈറ്റ് തരും. താങ്ക് യു.
സൂപ്പർ. നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ വന്നേക്കണത് ബൊട്ടാനിക്കൽ ഗാർഡൻ ആണ്. ഇവിടെ ഇരിക്കാനൊക്കെ സ്ഥലമുണ്ട് കേട്ടോ. ഉള്ളിലേക്ക് കയറാൻ ടിക്കറ്റ് വേണേ. ഒരാൾക്ക് 50 രൂപ. പിള്ളേർക്കില്ല, വലിയവർക്കാണ്. എനിക്ക് ഏട്ടനും കൂടിയിട്ട് 100 കുളം ഉണ്ട്. ശരിക്കുള്ളത് ഇത്ര വലുത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. മുള്ളംപന്നി മുള്ളുള്ള പന്നി. വ്യൂ ഗൈസ്, ഇതൊന്നും കാണുന്നില്ല. വയ്യാണ്ടായി നടന്നിട്ട്. അയ്യോ, പിന്നെ ഭയങ്കര സുഖാണല്ലോ, ഭയങ്കര സുഖ. ഓ എവിടെ ഇതിന്റെ മുകളിൽ എന്തൊട്ട് ഇനി അല്ല ഇതിന്റെ സ്റ്റെയർകേസ്. അതിൻ്റെ ഉള്ളിൽ കയറിയത് എനിക്ക് ഓർമ്മയില്ലോ. എന്തോരാ നടക്കാൻ സ്ട്രെയിറ്റ് ആണെങ്കിൽ പിന്നെ നമുക്ക് ഓക്കെ. ഇത് കുന്ന് കയറുന്ന പോലെ കുറേ മേലെ കയറി പോകണം. അവസാനം വയ്യാണ്ടായി ഗൈസ്. അപ്പം നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവാണ്. ഡേ 2 നമ്മൾ കഴിച്ച ഭക്ഷണങ്ങളൊക്കെ ഞാനൊരു റീലായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ പറഞ്ഞു ഫ്രൈഡ് റൈസ് അടിപൊളിയായിരുന്നു. പിന്നെ നമുക്ക് കിട്ടിയ ലൈം ജ്യൂസ് വളരെ മോശമായിരുന്നു, എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഫ്രൈഡ് റൈസ് കൊള്ളായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഐസ്ക്രീമും കൂടി കഴിച്ചു. വണ്ടി ഓടിക്കുന്ന ചേട്ടനോടും നമ്മൾ വന്ന് കഴിക്കാൻ പറഞ്ഞു കേട്ടോ. പക്ഷെ പുള്ളിക്കാരൻ വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ട് വന്നു. അപ്പോൾ വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് ആള് വണ്ടിയിൽ തന്നെ ഇരുന്നു. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് സ്പോട്ട്, ലവേഴ്സ് പോയിന്റ് ആൻഡ് സൂയിസൈഡ് പോയിന്റ്. ഇതാണ് ഇതിന്റെ സ്ഥലത്തിന്റെ പേര് കേട്ടോ. താഴത്തോട്ടൊക്കെ നോക്കുമ്പോൾ എൻ്റെ ബോധം പോയിട്ടോ, കാരണം അത്രയും താഴ്ചയ്ക്കായിരുന്നു. ഇവിടെ പിന്നെ ഞാൻ അധികം വീഡിയോസ് ഷൂട്ട് ചെയ്തില്ല, ബിക്കോസ് ഭയങ്കര സ്ലിപ്പറി ആയിരുന്നു. അപ്പോൾ എൻ്റെ നിന്ന് ഫോണ് വീഴോ അല്ലെങ്കിൽ ഞാൻ വീഴോ എന്നൊക്കെയുള്ള ഒരു പേടി കാരണം ഞാൻ അതൊക്കെ എടുത്ത് വെച്ചിട്ടാണ് ഞാൻ പിന്നെ കെയർ ചെയ്ത് ഇറങ്ങിയതൊക്കെ. കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്, അത് ഞാനിതിൽ ആഡ് ചെയ്യാം. ഇതിലൂടെ നടക്കാനാണ് പാട്. ടാസ്ക് റോഡ് എത്തിയിട്ട് ഇനി കാണിക്കാം, അല്ലെങ്കിൽ എല്ലാം കൂടി കെട്ടിമറിഞ്ഞ് വീഴും. അടുത്ത നമ്മളെ ഡെസ്റ്റിനേഷൻ ഉണ്ടല്ലോ, മോസ്റ്റ് വെയിറ്റഡ് ആയിരുന്നു, ഹിമാലയൻ വ്യൂ പോയിന്റ്. നമ്മൾ നേരിട്ട് കണ്ടു ഗൈസ്. ഫോഗുള്ള കാരണം കുറച്ചിങ്ങനെ മറിഞ്ഞെങ്കിലും നമ്മൾ സൂം ചെയ്ത് നമ്മൾ കണ്ടു ഗൈസ്. ബാക്കിൽ എന്താ കണ്ടേ? ഇത് മറ്റേ ഇമാനുവൽ അല്ല, ഹിമാലയം കണ്ടു.
അടുത്തത് എങ്ങടേട്ടാ? നൈനി ലേക്ക് വ്യൂ പോയിന്റ്. നൈനി ലേക്ക് വ്യൂ പോയിന്റ്. നൈനി ലേക്ക് വ്യൂ പോയിന്റ്. അയ്യോ ഇത് കണ്ടപ്പോഴുണ്ടല്ലോ കുഞ്ഞാപ്പി പറയാണ് ഗഡിസർ അല്ലേന്ന്, അതായത് ജയ്സാൽമീറുള്ള ലേക്കാണ് ഗഡിസർ. നമ്മൾ സ്ഥിരം അവിടെ പോവാറുണ്ടല്ലോ, അപ്പൊ ഇത് കണ്ടപ്പോ ഗഡിസർ ആണോ എന്ന് ഞങ്ങളോട് ചോദിക്കണം. കൊറേ ഉറുമ്പുകള് ഗൈസ്, നമ്മുടെ എന്താ പറയാ, നമ്മുടെ സൈറ്റ് സീയിങ് ഒക്കെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞു. ഇന്നത്തെ സൈറ്റ് സീയിങ് ഒക്കെ കഴിഞ്ഞു. ഇപ്പൊ നമ്മള് പർച്ചേസിങ്ങിനൊക്കെ വന്നേക്കാണ്. കുഞ്ഞുചാത്തന് ഇഷ്ടല്ല കണ്ണാട നോക്കിയെടുത്ത് എടുത്തോ. അതിഷ്ടായേ? ഈ ലൗച്ചിൻ വേണോ? ലൗച്ചിൻ ഇത് വേണോ? ആ നിനക്ക് ഇഷ്ടമുള്ളത് എടുത്തോ, നിനക്ക് ഇഷ്ടമുള്ളത് എടുത്തോ. കുഞ്ഞാമിക്ക് ഇഷ്ടമുള്ളത് കേട്ടോ, ഒരെണ്ണം ഇഷ്ടമുള്ളത് എടുത്തോ. ഈ കണ്ണടയില് താത്തൂന് ഇഷ്ടമുള്ള ഏതുകൊണ്ട് എടുത്തോ. താത്തൂന് ഇഷ്ടമുള്ള എടുത്തോ. അത് മതിയാ? വൈറ്റ് വേണ്ടേ? 100 रुपए से ആള് കണ്ണട മാറ്റി. ഇനി ഇവിടെ നിക്കണ്ട. ആ മതി 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 വന്നേ. അല്ലല്ലേ, കഴിഞ്ഞു എടുത്തു ഒരെണ്ണം എടുത്തു. വാ വാ വാ, ഒരെണ്ണം എടുത്തു, അത് മതി മോളെ. നോക്കട്ടെ കുഞ്ഞിട്ടാത്തോ. ഇത് കൊള്ളില്ലാന്നാ വെച്ച് നോക്കട്ടെ. ഓ സൂപ്പർ. കുട്ടി ഇവിടുന്ന് പോരണില്ല. ഒരെണ്ണം വെച്ച് നോക്കി അത് വെച്ച് നോക്കി. മതി മതി. ആ ഓക്കെ സൂപ്പർ. ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ട് തുടക്കാം. അല്ലെങ്കിൽ ആ വാ അങ്ങോട്ട്. എനിക്ക് കണ്ണ് കിട്ടണ്ടെന്ന്. നല്ല രസമുണ്ട്. കെട്ടിയായിട്ട് വീടുകളെ വെച്ചത്. ഹായ് പറഞ്ഞു താത്തു. ഹായ് പറഞ്ഞു. ഒരു പൂതി നമ്മുടെ ഐഡന്റിറ്റി വേണ്ടേ അല്ലേ? ആ വേണ്ട ക്യാൻസർ. സ്കൂളിൽ എന്തോ ഫുട്ബോൾ കളി നടക്കാതെ. നമ്മളൊരു കറക്കൊക്കെ കഴിഞ്ഞ് റൂമിലേക്ക് എത്തി. ഇനി കുറച്ചു നേരം, അതായത് ഇപ്പൊ 6:30 ആയിട്ടുണ്ട്, കുറച്ചു നേരം റെസ്റ്റ് എടുത്തിട്ട് നമ്മളിനി KFC കഴിക്കാൻ പോകും. KFC ആരാ മേടിച്ചു തരാ?
KFC ആരെ മേടിച്ചു തരാ? അച്ഛാ. നിന്നോട് ശേഷം എങ്ങോട്ടാ പോണേന്ന്? നൈനിറ്റാലാണ് നമ്മളിപ്പോ നിക്കണത്. നൈനിറ്റാലാണ് നമ്മളിപ്പോ നിക്കണത്. മാമ കഴിക്കാൻ പോവാന്ന് പറ. ഇതില് പറ. KFC. പെപ്സിയുടെ കൂടെ ഉണ്ട്. അതിന്റെ കൂടെ ഞാൻ പെപ്സി വീഡിയോ കാലിറക്കി വെക്കും കുഞ്ഞാപ്പേ. ചെക്കനെ ബോധിച്ചിരിക്കുന്നു. ചെക്കനെ ബോധിച്ചിരിക്കുന്നു. ഇരിക്കും. കുഞ്ഞിത്താത്ത അമ്മയുടെ അടുത്ത് പോയിരിക്കുന്നത്. കുഞ്ഞിത്താത്ത ഇത് കുഞ്ഞിത്താത്തിന് വെജ് റൈസ് ബൗൾ. കുറച്ച് നെയ്യ് കുറച്ച് അമ്മ തരാം. അങ്ങോട്ട് കുറച്ച് നെയ്യ് അമ്മ തരാം. അങ്ങോട്ട് കുറച്ച് നെയ്യ്. ഇവിടെ വെച്ചു. പയ്യെ പയ്യെ. ഏതാ പാട്ട്? ഇത് കഴിച്ച കുഞ്ഞാപ്പി. കുഞ്ഞാപ്പിക്ക് ഓംപ്ലെറ്റ് കഴിച്ചോ. എന്നിട്ട് ഡ്രസ് മാറ്റാം. കഴിക്കും. സോസ് കഴിക്കാണ്ട് ആദ്യം ഓംപ്ലെറ്റ് കഴിച്ചേ. കൈ കൊണ്ട് കഴിച്ചോ. കഴിക്കട്ടാ. മുക്കിക്കോ. കഴിച്ചാ മതി നീ ഓംപ്ലെറ്റ് മൊത്തം. ഗൈസ്, അപ്പൊ നമ്മുടെ ഇന്നത്തെ ഡേ 2 എല്ലാം കഴിഞ്ഞു. ഡേ 2 ഡേ 1 ഞാന് പോസ്റ്റ് ചെയ്തത് നമ്മൾ അവിടുത്തെ ജേർണിയാണ്. ജയ്സൽമീർ ടു നൈനിത്താൾ വരെയുള്ള ജേർണിയാണ് ഡേ 1. ഇത് ഡേ 2. പിന്നെ ഇനി നാളെ ഡേ 3 നമ്മൾ പോകാൻ പോണത് എവിടെയായിട്ടാ? താഴെയോ, ഭീംതാൾ, അങ്ങനെ കുറെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നാളത്തെ വീഡിയോയിൽ നമുക്ക് നാളത്തെ വിശേഷങ്ങളായിട്ട് കാണാം ഗൈസ്. അപ്പൊ ടാറ്റാ.